എല്ലാം നിന്റെ കുറ്റമാണിത്. രാപ്പകലില്ലാതെ കള്ളും കുടിച്ച് വീട്ടിലേക്ക് വരുന്ന എത്ര ആളുകളുണ്ട്. ഇക്കാലത്ത് ഇങ്ങനൊരു ചെറുപ്പക്കാരനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടൂല. ബാങ്ക് വിട്ടാൽ 2 മിനിറ്റിനകം വീട്ടിലെത്തും. നിന്നെ കൂടാതെ അവർ എവിടെയെങ്കിലും പോവാറുണ്ടോ? അങ്ങനെയുള്ള ആണുങ്ങളാവുമ്പോ ചില നിർബന്ധ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് വിചാരിച്ച് നമ്മൾ സഹിക്കേണ്ടത്. അതല്ലാതെ തൊട്ടതെല്ലാം നീ വീട്ടിലേക്ക് ഓടി വന്നാൽ നിന്റെ ചേട്ടൻ എന്താ കലക്കുക മറ്റോ ആണ്? കഴിഞ്ഞ വർഷത്തെക്കാളും 10 ലക്ഷം കൂടുതലാണ് ഞങ്ങൾ ഇത്തവണത്തെ ടാർഗറ്റ്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കും. ചേട്ടനും കൂടെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും ഇപ്പോഴേ ചേർത്തിരുന്നാണ് നല്ലത്. കഴിഞ്ഞ 2 മാസമായി ഞങ്ങളുടെ ഇന്റേണൽ വർക്കൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫിനൊക്കെ എന്നെ വലിയ കാര്യമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ അനുസരിക്കും. നോക്ക്, നിന്റെ ചേട്ടൻ എത്രയോ സർക്കിറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഏതെല്ലാം തരം കൂട്ടുകെട്ടുകളാണ് ഉള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് വരെ ഒരു ദുഷ്പേര് കേട്ടിട്ടുണ്ട്. എന്താ കാരണം? ഞാൻ അദ്ദേഹത്തോട് അങ്ങനെയാണ് പെരുമാറുന്നത്. ഞാനൊരു പാവമാണ് ചേച്ചി, എനിക്കൊന്നും അറിയില്ല. പാവമാണ് പോലും. മുഖം കഴുക. ഇനി പിക്നിക്കിന് പോകുന്ന കാര്യം എന്ത് തീരുമാനിച്ചു? ഓഹോ, അത് ശരി. ഞങ്ങൾക്ക് പോയിട്ട് അല്പ കാര്യമുണ്ട്. നിങ്ങൾ സൗകര്യം പോലെ വന്നാൽ മതി. ബാബോ നേരത്തെ ഉറങ്ങാം. എനിക്ക് വല്ലാതെ ഉറക്കം വരും. കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞു തോന്നുന്നു. വേണ്ട വേണ്ട, തട്ടിപ്പൊന്നും വേണ്ട. എന്നെ മയക്കാൻ നോക്കണ്ട. നീ എന്തായി കുട്ടികളെ പോലെ പെരുമാറുന്നത്? ചന്ദ്രേട്ടനെ പറഞ്ഞാ മതി, അനുഭവിക്കുന്നത് ഞാനാ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അതുകൊണ്ടാ എനിക്ക് പേടി. ഓ സുന്ദരി, എനിക്ക് ദേഷ്യം കയറിയാലുണ്ടല്ലോ. ദേഷ്യം ഞാനങ്ങ് വിറക്കിയല്ലേ. ചുമ്മാ പേടിപ്പിക്കാ ചന്ദ്രേട്ട. ഓടി ഓടുന്നു. തെളിഞ്ഞു? നീ തെളിഞ്ഞോന്ന്? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞത് ഓർക്കണം. നമ്മളൊന്നും കരുതിയിട്ടില്ല. അവസാനം ഇപ്പൊ പറഞ്ഞിട്ട് അവസാനം ഓർത്തില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ ഏറ്റില്ലേ. എന്നിട്ട് അടിക്കരുത്. ഓ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നെ കളിച്ചോടാൻ ഞാൻ എന്താ നിന്റെ കാമുകനാണ്? ഭർത്താവല്ലേ? വേണ്ട വേണ്ട, എന്നെ പറ്റിക്കാനാണ്. എന്നെ വിശ്വസിക്കാൻ നീ പിന്നെ ആരെ വിശ്വസിക്കാനാണ്? കണ്ടോ കണ്ടോ, പിന്നെയും ഭംഗി വാക്ക് പറയാണ്. എന്റെ പൊന്നു ഗീത, സത്യമായിട്ടും പ്രോമിസ്. നോക്കൂ, എറണാകുളത്തിന് പോണ്ടേ? മസായിയെ വിളിച്ചോ? വിളിച്ചു. എല്ലാം റെഡി, പോയി കുളിച്ചോളൂ. ഇതാ, ഇത് തലയിൽ ചുറ്റിക്കോളൂ. ഇതൊന്നും എനിക്ക് വേണ്ടെന്ന്. ചുറ്റിക്കൊള്ളുന്നേ, വെളിയിൽ മഞ്ഞുണ്ട്. ചേർത്തിയമ്മേ, ചേർത്തിയമ്മേ. വേണോ ഇപ്പോഴത്തെ ഇങ്ങനെ? ഒന്നുമില്ല, വെറുതെ വന്നിരിക്കുകയാണ്. പരീക്ഷ എടുത്തിരിക്കുകയല്ലേ. അതല്ലേ ഞാനും ചോദിക്കുന്നത്. ഇനി പരീക്ഷ എങ്ങനെ വരാൻ പറ്റൂ? അതിനുമ്പ് ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി. ചേട്ടൻ എവിടെ? ചേട്ടൻ രാവിലെ എറണാകുളത്ത് പോയി. ഞാൻ യാത്ര അയച്ചിട്ട് ഇവിടെ വന്നൊന്നിരുന്നതാ. മയങ്ങിപ്പോയി. മക്കളെവിടെ? മക്കൾ ഇനി ഉണർന്നിട്ടുണ്ടാവില്ല. വരൂ, കുളിച്ചിട്ട് കാത്തു കുടിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. എപ്പോ ഒന്നേ ഉള്ളൂ. ദുഃഖിച്ചിട്ടെന്ത് ഫലം? ചെയ്യാത്ത ചികിത്സകളിൽ, പോകാത്ത പുണ്യസ്ഥലങ്ങൾ എല്ലാം നമ്മുടെ വിധിയാണ്.
എന്നാലും ഞാൻ കാരണം ഈ വീട്ടിലൊരു പിഞ്ചുകാൽ പതിയാനുള്ള ഭാഗ്യം ഇല്ലാതായി പോയല്ലോ. ഓർത്തു നോക്കുമ്പോൾ ഈ വീട് സ്വത്തുമൊക്കെ എന്തിനാണെന്ന് തോന്നിപ്പോകുന്നു. മണ്ടത്തരം പറയരുത്. നമുക്ക് ഈ നിർഭാഗ്യം വന്നതിന് ആരും കാരണക്കാരല്ല. ഇതോർത്ത് വരുമെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാനില്ല. എന്റെ മിനി എപ്പോഴും പുഞ്ചിരിക്കണം. ഇതാ എന്നെ കണ്ടില്ല. നാളെ കൊണ്ടുവന്ന ശ്രീദേവി ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരാറായിട്ടുണ്ടാവും. അതെങ്കിൽ ഞാൻ സുഖിന്റെ വീട്ടിൽ പോയിച്ചു വരാം. മോൻ ചേച്ചി വല്ലാതെ കോലം കെട്ടുപോയി. ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരികയല്ലേ, ക്ഷീണം ഉണ്ടാവും. പഠിക്കാൻ ഒരുപാടുണ്ട്, ഉറക്കമൊടിയുണ്ട്, അതിന്റെ ക്ഷീണമാണ്. പഠിക്കേണ്ട കാലങ്ങളിൽ പഠിക്കണം. അതിനുവേണ്ടി കുറച്ച് ഉറക്കം വെച്ചാലും സാരമില്ല. I am great ശങ്കരമേനോൻ. May I come in? പുഷ്പപാതകം പുറത്തു വെച്ച് നഗ്നപാതനായി അകത്ത് വരും. ദൈവമേ, നഗ്നനായി അകത്ത് വരണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നല്ല സമയത്താണല്ലോ വന്ന്. വീട് പോന്നു. ഇന്ന് രാവിലെ പോകുന്നതിന് അങ്ങോട്ട് പോവാ. സമയമില്ലല്ലോ. ഉണ്ടാക്കണം. ഇതുപോലെ ടൂറിന് പോയിരിക്കുക. ഓ, ഞാൻ ഇതുവഴി വന്നപ്പോ ഒന്ന് കയറിയതാണ്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ. ഞാൻ വരട്ടെ. ഒന്നും കഴിച്ചില്ലല്ലോ. എല്ലാം കഴിച്ചാണ് വന്നത്. എക്സ്ക്യൂസ് മീ, ചാരുതൊന്ന് വരും. എക്സ്ക്യൂസ് മീ. ഇപ്പോഴാണെങ്കിൽ നാണക്കുട്ടനും ശ്രീദേവിയും വീട്ടിലുണ്ട്. സുഖു വന്നാൽ ഉടനെ അങ്ങോട്ടൊന്ന് വരാൻ പറയുന്നു. അവർ പറഞ്ഞിട്ട് നമ്മൾ താല്പര്യം കാണിച്ചില്ലെന്ന് വേണ്ട, വേണു ഒന്ന് വന്ന് കാണട്ടെ. പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് സാവകാശം ചെയ്യാം. വന്നാ ഉടനെ പറയാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വേണു, നിന്നോട് എനിക്കൊരു പ്രത്യേകമായ ഒരു കാര്യം പറയാനുണ്ട്. ഞാനെല്ലാം കേട്ടു. ചേട്ടൻ വന്നിട്ട് നമുക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കാണാം. വേണ്ട. എന്താ? എനിക്ക് ആ കുട്ടിയെ പണ്ടേ അറിയാം. അതിന് ഉറക്കം തൂങ്ങിയല്ലേ? അവളിപ്പോ പേർഷ്യയിലൊക്കെ പോയിട്ട് വന്നതല്ലേ. അതുകൊണ്ട് ശ്രീദേവി എന്നല്ലേ? ഏട്ടത്തിമ്മയ്ക്ക് പരിഭവം തോന്നരുത്. എനിക്ക് ആ കുട്ടി പോകാൻ എനിക്ക് ഇഷ്ടമല്ല. തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ഞാൻ നിർബന്ധിക്കുന്നില്ല. ചേട്ടൻ വന്നിട്ട് നീ തന്നെ പറ. ഈ അപ്പുകുട്ടൻ ഞാനൊരു തമാശക്കാരൻ തന്നെ. കണ്ടാ തോന്നില്ലല്ലേ? നീ അടൂർ ബാസിന്ന് കേട്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ തമാശ കാണിക്കുന്ന ആളല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ സ്വന്തം. സ്വന്തം 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 എന്ന് പറഞ്ഞ സ്വന്തം എന്ന് പറഞ്ഞ സ്വന്തം തന്നെ. അടൂർ ബാസിയുടെ അച്ഛന്റെ അച്ഛൻ എന്റെ അമ്മയുടെ അല്ലേ വേണ്ട, അതെന്റെ അമ്മൂമ്മയ്ക്ക് ഈ നാണക്കേടുണ്ടാക്കുന്ന കാര്യം നീ അത് രാജ്യം മുഴുവൻ ചെന്ന് പറഞ്ഞെടുക്കും. അതൊരു പ്രൈവറ്റ് കേസാ. ഈ അപ്പുകുട്ടൻ ഞാൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒക്കെ ഞാൻ മനസ്സിലാക്കി തരാം. നീ എന്റെ കൂടെ മദ്രാസിലേക്ക് വാ. എന്നിട്ട് കോടമ്പാക്കത്ത് ഒരു വീടെടുത്ത് 3-4 സിനിമയിലെല്ലാം അഭിനയിച്ച് 4-5 കൊച്ചുങ്ങളായിട്ട് തിരിച്ചു കേട്. അയ്യേ, വൃത്തികേട് പറയുന്നു. അതിനൊന്നും എന്നെ കിട്ടത്തില്ല. വേണ്ടെങ്കിലും വേണ്ട, നിന്റെ മുഖം തന്നെ സിനിമാ സ്റ്റാറിന്റെ. അതെയോ? നീ എന്തൊരു നാട്ടിൽ നമുക്ക് പടത്തിന്റെ പൂജ തുടങ്ങാം. നാളെ തന്നെ തുടങ്ങൂ. ഷുവർ. വേണ്ടെങ്കിൽ വേണ്ട പോ.